അപ്പോൾ ഫാദർ ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് ABC തെറാപ്പിയാണ്. REBT അഥവാ റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ABC തെറാപ്പി. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടൂളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ ഈ ABC തെറാപ്പി സഹായിക്കുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോ തെറാപ്പിസ്റ്റും NLP ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള മിസ്സിസ് ആശ ഡൊമിനിക്കിനെ ക്ഷണിക്കുന്നു. ആശ ചേച്ചി. താങ്ക് യു ദേവി, താങ്ക് യു ടോബിച്ച. എല്ലാവർക്കും നമസ്കാരം. ABC തെറാപ്പിയെ കുറിച്ചുള്ള ഈ ടോക്ക് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിന് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് അവരെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് പ്രവേശിക്കാം. ഒരു ഐറിഷ് ഫിലോസഫി കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഐറിഷ് ഫിലോസഫി ഇങ്ങനെയാണ് പറയുന്നത്: ആകുലപ്പെടാൻ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എയ്തർ യു ആർ സിക്ക് ഓർ യു ആർ ഓക്കെ. നിങ്ങൾക്ക് സുഖമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ല. ഇനി സുഖമുണ്ട് എങ്കിൽ ആകുലപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇനി നിങ്ങൾക്ക് ഇഫ് യു ആർ സിക്ക്, നിങ്ങൾക്ക് സുഖമില്ല എങ്കിൽ വീണ്ടും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആകുലപ്പെടാൻ. എയ്തർ യു വിൽ ഗെറ്റ് ഹീൽ ഓർ യു വിൽ ഡൈ. ഒന്നുകിൽ നിങ്ങൾ സുഖപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ഇനി നിങ്ങൾ സുഖപ്പെട്ടാൽ ആകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇനി അഥവാ നിങ്ങൾ മരിച്ചു പോയാലോ വീണ്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ച് വറി ചെയ്താൽ മതി. വിൽ ഐ ഗോ ടു ഹെവൻ ഓർ വിൽ ഐ ഗോ ടു ഹെൽ? ഹെവനിലാണ് പോകുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഇറ്റ്സ് ഓക്കെ, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിലോ അപ്പോഴും ആകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. കാരണം അവിടെ നമ്മളുടെ പരിചയക്കാർക്ക്, കൂട്ടുകാർക്ക് എല്ലാം നമ്മൾ ഷെയ്ക്ക് കൊടുത്ത് നമ്മൾക്ക് ആകുലപ്പെടാൻ സമയമേ കിട്ടില്ല. ഇതാണ് ഈ ഐറിഷ് ഫിലോസഫി പറയുന്നത്. എന്താണ് ഇതിന്റെ ഒരു മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഇതെല്ലാം ഇതിനു മുമ്പ് ഒരുപക്ഷെ കേട്ടിട്ടും ഉണ്ടായിരിക്കും, ഫേസ്ബുക്കിലെല്ലാം ഷെയർ ചെയ്ത്. നമ്മൾ വറീഡാണ് പല കാര്യങ്ങളെ കുറിച്ചും. എന്താണ് ഈ ഒരു വറി ചെയ്യുന്നതിന്റെ ഒരു കാരണം? അതില്ലാതെ വളരെ സമാധാനമായി സന്തോഷമായി മുന്നോട്ട് ജീവിക്കുക. അതാണ് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. ഹൗ ക്യാൻ വി സോൾവ് എ പ്രോബ്ലം? ഇതൊരു മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ടൂളാണ്, ഒരു പ്രൂവൺ തിയറിയാണ്. ലോകപ്രശസ്തമായ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു വളരെ ചെറിയ ഒരു തിയറിയാണ് ഈ ABC തെറാപ്പി. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും REBT അഥവാ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറൽ തെറാപ്പി. അതിന്റെ ഒരു വളരെ ചെറിയ, ആ സിദ്ധാന്തത്തിലുള്ള ഒരു ചെറിയ ഒരു തിയറിയാണ് ABC തിയറി അഥവാ ആൽബർട്ട്. ഈ തിയറി വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ, അതായത് ദിവസങ്ങളും മാസങ്ങളും എല്ലാം നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ നമുക്ക് വേണ്ടത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. 3-നും 5-നും ഇടയിൽ മിനിറ്റുകൾ മാത്രം. ആൽബർട്ട് എല്ലിസ്, REBTയുടെ ഉപജ്ഞാതാവായ ആൽബർട്ട് എല്ലിസിനെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. ആൽബർട്ട് എല്ലിസ് ഈ സിദ്ധാന്തം കൊണ്ടുവന്ന 2 സൈക്കോളജിസ്റ്റുകളെ കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അനേകം പേരിൽ അപ്ലൈ ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഏതു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും എന്ന് അഡൽസ്റ്റെയിൻ ആൻഡ് സ്റ്റീൽ എന്നീ 2 സൈക്കോളജിസ്റ്റുകളാണ് ഇത് തെളിയിച്ചത്. അപ്പം പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവരോട് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും എന്നെ കേൾക്കാമോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. സൗണ്ട് ക്ലിയർ ആണല്ലോ. കേൾക്കാം. സൗണ്ട് ഇച്ചിരി കുറവ് പോലെ തോന്നണ്ടേ.
ക്ലിയർ അല്ല ക്ലിയർ ഓക്കെ. മാമിന്റെ വീഡിയോ കുറച്ച് പുറത്ത് പോകുന്നുണ്ട്. വീഡിയോയെ തല കുറച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്, ഒന്ന് താണിരിക്കണം. ഓക്കെ ഓക്കെ. ഇപ്പോഴോ? കറക്റ്റ് ആണ്, ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ. ആ ക്ലിയർ. ഓക്കെ. അപ്പം നിങ്ങളോട് ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, 1-2 വാക്കിൽ ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇവിടെ ഞാൻ പാർട്ടിസിപ്പൻസ് 81 പാർട്ടിസിപ്പൻസിനെ കാണുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. അല്ല 82 പാർട്ടിസിപ്പൻസിനെ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ടൈപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് അന്ന കരീന എന്ന നോവലിൽ പറയുന്നത്, സന്തോഷിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഒരേപോലെയാണ്, എന്നാൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതുമാണ്, ശരിയല്ലേ? നമ്മളുടെ പ്രശ്നം അത് സാരമില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അത് നമുക്ക് വലുതാണ്. അത് എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആ വ്യക്തിക്ക് മാത്രമാണ് അതറിയാവുന്നത്. ഓരോ കുടുംബത്തിൽ കയറി ഇറങ്ങി ചോദിച്ചാൽ ഓരോ ഫാമിലിക്കും പറയാനുണ്ടായിരിക്കും ഒരു പ്രശ്നം. ഈ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കാൻ ഒരു ഒറ്റമൂലി കിട്ടിയിരുന്നെങ്കിൽ. ഷാജഹാൻ ശബ്ദം കുറവാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്റെ മാക്സിമം വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഉറക്കെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ശബ്ദം ഉണ്ട് കേട്ടോ. വേണ്ട, ഉറക്കെ പറഞ്ഞാൽ മാം പെട്ടെന്ന് ടയേർഡ് ആവും. അതൊന്നും ചെയ്യണ്ട. മൂപ്പരോടൊന്ന് സൗണ്ട് കൂട്ടാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അല്ല, ഓരോ വീട്ടിൽ അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ സൗണ്ട് കുറവുണ്ടാവും. സൗണ്ട് പെർഫെക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ഓരോ വീട്ടിൽ കയറി ഇറങ്ങി ചോദിച്ചാലും അവർക്ക് പറയാനുണ്ടാകും എന്തെങ്കിലും ഒരു പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ഒറ്റമൂലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചു പോകാറുണ്ട്. ഇതാണ് ആ ഒറ്റമൂലി, ABC തെറാപ്പി. ഇത് പഠിച്ചാൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. പഠിച്ചെടുത്താൽ ഇത് പഠിച്ചെടുത്താൽ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതാനും നിമിഷങ്ങൾ മതി എന്ന് അഡൽസ്റ്റെയിനും സ്റ്റീലും പറയുന്നു. ആൽബർട്ട് എല്ലിസ് അതിനെ അടിവരയിട്ട് സ്ഥാപിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്കിത് പ്രയോഗിച്ചുകൂടാ? ഇത് ആൽബർട്ട് എല്ലിസിന്റെ ഇതാണ് ആൽബർട്ട് എല്ലിസ്. 1913 ജനിച്ചു, 2007 മരിച്ചു ആൽബർട്ട് എല്ലിസ്. ഓക്കെ. എപ്പിക്ലീറ്റസ് എന്ന ചിന്തകൻ പറഞ്ഞു വെച്ചു, വാട്ട് അപ്സെറ്റ്സ് പീപ്പിൾ ആർ നോട്ട് തിങ്സ് ബട്ട് ദെയർ ജഡ്ജ്മെന്റ്സ് അബൌട്ട് തിങ്സ്. അതായത് വ്യക്തികളെ അസ്വസ്ഥരാക്കുന്നത്, എന്നെയും നിങ്ങളെയും അസ്വസ്ഥരാക്കുന്നത് ആ സംഭവങ്ങളല്ല, ആ സംഭവങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ആണ്. അതായത് എനിക്ക് കൊറോണ പിടിച്ചതല്ല എന്നെ അസ്വസ്ഥയാക്കുന്നത്, എനിക്ക് ജോലി നഷ്ടപ്പെട്ടതല്ല എനിക്ക് അസ്വസ്ഥത തരുന്നത്, എനിക്ക് എന്റെ കടബാധ്യതയല്ല, ഞാൻ 10 ലക്ഷം രൂപ കടം കൊടുത്ത ഒരു വ്യക്തി എന്നെ പറ്റിച്ചു പോയതല്ല എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. പിന്നെയോ ആ സംഭവങ്ങളെ കുറിച്ചുള്ള എന്റെ വിലയിരുത്തലുകളാണ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അവർ ജഡ്ജ്മെന്റ്സ് അബൌട്ട് തിങ്സ്, ആ സംഭവങ്ങളെ കുറിച്ചുള്ള എന്റെ വിലയിരുത്തുകള്. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളാണ് നമുക്ക് ഫീലിങ്സ് തരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, എനിക്ക് സങ്കടമാണ്, ഐ ആം സാഡ്, കാരണം ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അല്ലെങ്കിൽ ഐ ആം ആംഗ്രി ബിക്കോസ്, ഐ ആം ഡിപ്രസ്ഡ് ബിക്കോസ്. അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ സംഭവങ്ങളെ ഫോക്കസ് ചെയ്ത് ആ സംഭവങ്ങൾ കാരണമാണ് എനിക്ക് ഇന്ന നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് എ കോസസ് ആൻഡ് ഇമോഷണൽ കോൺസിക്വൻസ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങളൊന്ന് ഇടയ്ക്ക് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാം.
ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് എ കോസസ് ആൻ ഇമോഷണൽ കോൺസിക്വൻസ്. എന്റെ മക്കൾ എന്നെ അനുസരിക്കാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണം, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, എന്റെ ഭാര്യ എഞ്ചിനീയർ ആണ്, എന്റെ മക്കൾക്ക് എഞ്ചിനീയറിംഗിന് അല്ലെ MBBS അഡ്മിഷൻ കിട്ടിയില്ല, ഇതെനിക്ക് വളരെ ഡാഷ് ഉണ്ടാക്കുന്നു. ചിലർക്ക് സങ്കടം, ചിലർക്ക് നിരാശ. അപ്പൊ ആക്ടിവേറ്റിംഗ് ഇവന്റ്, ഓക്കെ ഈ സ്ലൈഡ് ഒന്ന് മാറ്റിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് എ ആണ് നമ്മൾക്ക് ഒരു ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരു പോപ്പുലർ തിയറിയാണ്, എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എ കോസസ് സി എന്നുള്ളത്. എന്നാൽ ഇത് ഒരു തെറ്റായ തിയറിയാണ്. ഇറ്റ് ഈസ് എ ഫോൾസ് തിയറി. എനിക്ക് ഒരു ഇഞ്ചക്ഷൻ കിട്ടുന്നു എന്ന് കരുതുക. ആ ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ എനിക്ക് വേദന വരുന്നു. ഇതിൽ പോലും എ കോസസ് സി, ഇഞ്ചക്ഷൻ ആണ് എനിക്ക് വേദന ഉണ്ടാക്കുന്നത് എന്നത് ശരിയല്ല. ഈ ഫിസിയോളജിക്കൽ റിയാക്ഷനിൽ പോലും എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ ആ മെസ്സേജ് എന്റെ ബ്രെയിനിലേക്ക് പോകുന്നു, ബ്രെയിൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. അതിന്റെ ഫലമായി ചിലർക്ക് പെയിൻ ഉണ്ടാകാം, ചിലർക്ക് പെയിൻ ഉണ്ടാകില്ല. ഈ സമയത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടതോർക്കുന്നു വാട്സാപ്പില്. ഒരു ഡോക്ടർ ഒരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ പല പാട്ടുകൾ പാടി ആ കുട്ടിയെ വളരെ താരാട്ട് പാടുന്ന പോലെ ഇങ്ങനെ പല പല മ്യൂസിക്കുകൾ പറഞ്ഞ് ആ കുഞ്ഞിനെ ചിരിപ്പിച്ച് എപ്പോഴോ ഒരു ഇഞ്ചക്ഷൻ ആ കുഞ്ഞിന് കൊടുത്തു. ആ കുഞ്ഞത് അറിഞ്ഞേ ഇല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുമോ? ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ പറയുന്നു എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടിയതാണ്, ആക്ടിവേറ്റിംഗ് ഇവന്റ് ഇഞ്ചക്ഷൻ, അതെനിക്ക് പെയിൻ ഉണ്ടാക്കി, ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടാക്കി എന്ന് പറയുന്നു. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ശരിയല്ല, പലരുടെ കാര്യത്തിലും പലതാണ്. അപ്പം ഈ ഫിസിയോളജിക്കൽ റിയാക്ഷനിൽ പോലും എ കോസസ് സി എന്ന് പറയുന്ന തിയറി തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്ടിവേറ്റിംഗ് ഇവന്റ് അല്ല ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ് ഈ ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടാക്കുന്നത്? എക്കും എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, എക്കും സിക്കും ഇടയിൽ മറ്റൊരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ നമ്മൾ സ്ഥാപിച്ചു വരുന്നത് ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് അല്ല സി ഉണ്ടാക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോൺസിക്വൻസ്. ആക്ടിവേറ്റിംഗ് ഇവന്റ് അല്ല സി ഉണ്ടാക്കുന്ന. യെസ്, ബിലീഫ്. പ്രവീണ പറയുന്നു ബിലീഫ് എന്ന്. അതെ, ബിലീഫാണ് ഇതിന്റെ ഇടയിലെ വില്ലൻ. എന്താണ് ബിലീഫ്? ബിലീഫ്സ് ആർ തിങ്സ്, ഇത് വേണ്ട, ബിലീഫ്സ് ആർ തിങ്സ് വി ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബിലീഫ്. ഞാനും നിങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബിലീഫ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു തിയറിയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഹാപ്പിനെസ്, ബെറ്റർ പീസ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന് ഈ തിയറി കേട്ടത് കൊണ്ട് നാളെ എന്റെ ഇത് ഹാപ്പിനെസ് അല്ലെ പീസ് ഓഫ് മൈൻഡ് കൂടണമെന്നില്ല. അത് ഞാൻ ഇതിന്റെ ഈ ടോപ്പിക്കിന്റെ അവസാന ഭാഗത്തായിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ബിലീഫ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആക്ടിവേറ്റിംഗ് ഇവന്റിനും ഇമോഷണൽ കോൺസിക്വൻസ് സിക്കും ഇടയിൽ ഒരു ബിലീഫ് ഉണ്ട്. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഒരു 100 എയർപ്ലെയിൻ പാസഞ്ചേഴ്സിനോട് പാരച്യൂട്ടിൽ നിന്ന് ചാടാൻ പറയുന്നു. എല്ലാവർക്കും നല്ല പുതിയ പുത്തൻ പാരച്യൂട്ടുമായി അവരോട് ചാടാൻ പറയുന്നു. ജംപ് എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ഈ ജംപ് എന്നുള്ള നിർദ്ദേശമാണ് ഇവിടുത്തെ ആക്ടിവേറ്റിംഗ് ഇവന്റ്. ഇതിൽ ഒന്നാമതായി ചാടുന്നയാൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിപ്പറ്റാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ റെക്കോർഡ് നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചാടുമ്പോൾ ആ വ്യക്തിയുടെ ഒരു ഇമോഷൻസ് എന്തായിരിക്കും, ഫീലിങ്സ് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ഏതൊരു ഫീലിങ്ങോട് കൂടിയാണ് ജംപ് എന്നുള്ള ആ ഒരു കമാൻഡ് കേൾക്കുമ്പോൾ
ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്തായിരിക്കും? ഓ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റാൻ ഏതാനും സെക്കൻഡുകൾ ആ റെക്കോർഡ് നഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതൊരു വലിയൊരു പാരച്യൂട്ടിൽ നിന്ന് ചാടി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, വളരെ എക്സൈറ്റഡ് ആയി വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ആ വ്യക്തി ചാടുക. ഇനി രണ്ടാമത് ചാടുന്നത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മീനു ആണെങ്കിലോ? മീനുവിന്റെ ഒരു ഫീലിംഗ് എന്തായിരിക്കും രണ്ടാമത് ചാടുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഹലോ, യാ, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, സ്കെയർഡ് ആണെന്ന് മീനു പറയുന്നു. ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, കാരണം ഇമോഷണൽ യെസ്, ഫിയർ, ഇമോഷണൽ, ഓക്കെ, സ്കെയർഡ്. ഓക്കെ, അതായത് ഓരോ വ്യക്തികളുടെയും ഈ 100 പേരുടെയും ഇമോഷണൽ കോൺസിക്വൻസ് ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ആക്ടിവേറ്റിംഗ് ഇവന്റ് സെയിം ആണ്, പക്ഷേ ഇമോഷണൽ കോൺസിക്വൻസ് ഡിഫറെന്റ് ആണ്. ഇനി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. മീനയും റാണിയും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന 2 കുട്ടികൾ. അവർക്ക് നാളെ പരീക്ഷയാണ്. മീന ഉറക്കമുളച്ച് നടന്നു പഠിക്കുന്നു, ഇരുന്ന് പഠിക്കുന്നു, എഴുതി പഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു, വീഡിയോ റെക്കോർഡിംഗ് കേട്ട് പഠിക്കുന്നു, നോട്ട്സ് എഴുതി പഠിക്കുന്നു, ഉറക്ക വായിച്ചു പഠിക്കുന്നു. പക്ഷേ മീന സുഖമായി മൂടി പുതച്ച് കടന്ന് ഉറങ്ങുന്നു. ആക്ടിവേറ്റിംഗ് ഇവന്റ് സെയിം ആണ്, നാളെ പരീക്ഷയാണ്. പക്ഷെ ഈ 2 സ്റ്റുഡൻസിന്റെയും ഇമോഷണൽ കോൺസിക്വൻസ് ഡിഫറെന്റ് ആണ്. മീന വളരെ ടെൻസ്ഡ് ആണ്. സൈക്കോളജിയുടെ പിതാവായ ഫ്രോയിഡ് പറഞ്ഞു വെച്ചു, ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ അൺകോൺഷ്യസ് ഇമ്പൾസസ്. ഫ്രോയിഡ് പറഞ്ഞതാണിത്, നമുക്കറിഞ്ഞുകൂടാ. മീന ആകെ ടെൻഷൻ പിടിച്ചു പഠിക്കുന്നു. ഈ ടെൻഷന് കാരണം പൂർവകാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്ത് മീനയ്ക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം ആകാം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ മീനയ്ക്ക് ഈ ഫിയറിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന, അബോധ മനസ്സിൽ കിടക്കുന്ന, മൂടിക്കിടക്കുന്ന, ബെറീഡായി കിടക്കുന്ന ആ ഒരു സംഭവത്തെ എക്സ്കവേറ്റ് ചെയ്ത് ക്യൂർ ചെയ്യണം എന്ന് പറഞ്ഞത് ഫ്രോയിഡ് ആണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് അൺകോൺഷ്യസ് മൈൻഡിനെ എക്സ്കവേറ്റ് ചെയ്താണ് ഒരു ഹീലിംഗ് കൊണ്ടുവരുന്നത്. ഇതാണ് ഒരു ഫ്രോയിഡിന്റെ ഒരു തിയറി. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഈ സിദ്ധാന്തം ഒരു കാലഘട്ടം വരെ വളരെ പ്രശസ്തമായിരുന്നു. ആൾക്കാർ അത് തന്നെ പഠിച്ചുകൊണ്ടുവരുന്നു. ഇന്നും കൗൺസിലിങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫ്രോയിഡിന്റെ ഈ തിയറി ആൽബർട്ട് എല്ലിസ് പാടെ തള്ളിക്കളഞ്ഞു. കാരണം എന്താണ്? ഈ തിയറിയിൽ വിശ്വസിച്ചാൽ, ഫ്രോയിഡിന്റെ ഈ തിയറിയിൽ വിശ്വസിച്ചാൽ ഞാനും നിങ്ങളും ഹെൽപ്ലെസ് ആകും. ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്റെ എന്റെ പൂർവ്വകാല അനുഭവങ്ങൾ കാരണമാണ്. ഇതെന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നു. വാട്ട് ക്യാൻ ഐ ഡു? എന്റെ ജീവിതം പോയി. അങ്ങനെ നമ്മൾ ഹെൽപ്ലെസ് ആകും. സോ ആൽബർട്ട് എല്ലിസ് ഈ തിയറിയെ പാടെ തള്ളിക്കളഞ്ഞു. ഇനി ആൽബർട്ട് എല്ലിസ് പറയുന്നു, തിങ്ക് പോസിറ്റീവ്ലി, ബി പോസിറ്റീവ് എന്ന് ഞാനും നിങ്ങളും ഒക്കെ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, എനിക്ക് പോസിറ്റീവ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. വെറുതെ ബി പോസിറ്റീവ് അല്ലെങ്കിൽ തിങ്ക് പോസിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ പല വ്യക്തികൾക്കും അത് സാധിക്കണമെന്നില്ല. ഇനി എന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. അതിനു കാരണം ആൽബർട്ട് എല്ലിസ് പറയുന്നു, എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഒരു സിസ്റ്റം ഓഫ് ബിലീഫ്സ് ഉണ്ട്. അടിയുറച്ച വിശ്വാസം. ഇത് വളരെ ഉറച്ചതാണ്. ഈ ബിലീഫ് സിസ്റ്റം ആണ് എനിക്ക് ഡിസ്ട്രസ് തരുന്നത്. എൻ്റെ ഇമോഷണൽ ഡിസ്ട്രസിന് കാരണം ഈ ബിലീഫ് സിസ്റ്റമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എയെ കുറിച്ചും സിയെ കുറിച്ചും ചിന്തിക്കുന്നു. അതായത് എന്താണ് എൻ്റെ ആക്ടിവേറ്റിംഗ് ഇവന്റ്?
എന്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞത്, എന്റെ ബോസ് എന്നെ വഴക്ക് പറഞ്ഞത്, എനിക്ക് സങ്കടം വന്നു, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആയി. അങ്ങനെ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റിനെ കുറിച്ചും അതിന്റെ ഇമോഷണൽ കോൺസിക്വൻസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ല. അപ്പോൾ ഇന്നു മുതൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് ഉണ്ടാകുമ്പോൾ ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിനിടയിലുള്ള എന്റെ ബിലീഫ് സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ദ സിസ്റ്റം ഓഫ് ബിലീഫ്സ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ABC തെറാപ്പിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ആക്ടിവേറ്റിംഗ് ഇവന്റ് A എഴുതുക, C ഇമോഷണൽ കോൺസിക്വൻസ് എഴുതുക, അതിന്റെ ഇടയിലുള്ള ബിലീഫ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുക. ഈ ബിലീഫ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാൻ ബാല്യകാലവും കൗമാരവും ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമേ ഇല്ല. ഏതാനും ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മൾക്ക് അതിന്റെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾക്ക് കിട്ടും. ഇനി അങ്ങനെ എക്കും സിക്കും ഇടയിലുള്ള ബിലീഫ് സിസ്റ്റം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന, അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് റാഷണൽ ബിലീഫ്സ് ആൻഡ് ഇറാഷണൽ തോട്ട്സ്, അല്ലെങ്കിൽ യുക്തിചിന്ത, യുക്തിരഹിത ചിന്ത, ഇങ്ങനെ ചിന്തകൾ 2 തരമാണ്. അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. ചിലർ കസേരയിൽ ഇരിക്കുന്നു. അപ്പൊ കസേരയിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കസേര അപ്രത്യക്ഷമാകും, അപ്രത്യക്ഷമാകും, അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എന്തു പറയും? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? യുക്തിരഹിതം എന്ന് പറയും. ശരിയല്ലേ? എന്നാൽ എനിക്കൊരു തലവേദന ഉണ്ടെന്ന് നിങ്ങളോട് പറയുമ്പോൾ, അത് ക്യാൻസറിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ അതിനെ യുക്തിരഹിതം എന്ന് വിളിച്ചാൽ അപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ബിലീഫ് സിസ്റ്റമാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പം ഇവിടെയാണ് അഡൽസ്റ്റെയിൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിമാൻഡ്. ഡിമാൻഡ്. നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ബിലീഫ് സിസ്റ്റത്തിനുള്ളിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡുകൾ ഉണ്ട്. അവർ ബിലീഫ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ്. ഈ ഡിമാൻഡുകളുടെ ഉള്ളിൽ മസ്റ്റും ഷുഡും, ആൻഡ് ഡിമാൻഡ്സ് ആർ ഇൻ ദ ഫോം ഓഫ് മസ്റ്റ് ആൻഡ് ഷുഡ്. ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരുന്ന് പരീക്ഷയ്ക്ക് പഠിച്ച മീനയും റാണിയും ഉറക്കമളച്ച് നടന്നും ഇരുന്നും നോട്ട് എഴുതിയും എല്ലാം പഠിച്ച, രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്ന് പഠിച്ച മീനയുടെ ബിലീഫ് സിസ്റ്റം എന്താണ്? എന്താണ് ആ മീനയുടെ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് പറയുന്നത്? നാളെ പരീക്ഷയാണ്. ഇമോഷണൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് മീനയ്ക്ക് ടെൻഷനാണ്. അതുകൊണ്ടാണ് മീന രാത്രി മുഴുവനും ഇരുന്ന് പഠിക്കുന്നു, നടന്ന് പഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള മീനയുടെ ബിലീഫ് എന്താണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ആ ബിലീഫ് എന്താണെന്ന് കണ്ടിട്ട് നമ്മൾക്ക് ആ ഡിമാൻഡിലേക്ക് പോകാം, മസ്റ്റിലേക്കും ഷുഡിലേക്കും പോകാം. ഇത് ഇങ്ങനെ പഠിച്ചാലേ നമ്മൾക്ക് ഈ തിയറി മനസ്സിലാകുള്ളൂ. യെസ്, ഷെറിൻ പോൾ പറയുന്നു, മീന ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എനി എക്സാം. അല്ലെങ്കിൽ എന്തു പറ്റും? പഠിച്ചില്ലെങ്കിൽ തോൽക്കും. യെസ്, അലി മാഷ് പറയുന്നു പഠിച്ചില്ലെങ്കിൽ തോൽക്കും. അപ്പോൾ എന്താണ്? അപ്പൊ മീനയുടെ ഡിമാൻഡ് എന്താണ്? പരീക്ഷയിൽ ജയിക്കണം. ആ ഡിമാൻഡിനുള്ളിൽ ഒരു മസ്റ്റ് ഉണ്ട്, ഒരു ഷുഡ് ഉണ്ട്. ഓക്കെ, ആദിത്യ പറയുന്നു ഹെർ ബിലീഫ് ഈസ്
ഷീ ഷുഡ് സ്റ്റഡി മോർ ആൻഡ് മോർ ടു ബി കോൺഫിഡന്റ്. അതെ, ഇതെല്ലാം ഒരു ഡിമാൻഡുകളാണ്. ഓക്കെ, ഫിയർ ഓഫ് സക്സസ്, അനിൽ വർഗീസ് പറയുന്നു ഫിയർ ഓഫ് സക്സസ്. അഞ്ജു പോൾ പറയുന്നു ഷീ നീഡ് ടു പാസ്, ഐ നീഡ് ടു ഡു വെൽ. യെസ്, ഒരു നീഡ് ഉണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്. താങ്ക് യു. ഒരു നീഡ് ഉണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡിനുള്ളിൽ ഒരു നമ്മൾ കൂടുതൽ പരിശോധിച്ചാൽ ഓക്കെ, ഷീ ഷുഡ് മേക്ക് ഹെർ പേരന്റ്സ് പ്രൗഡ് എന്ന് ഷെറിൻ പറയുന്നു. യെസ്, താങ്ക് യു. അപ്പോൾ ഈ ഡിമാൻഡുകൾ നമ്മൾ സ്വയം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും അവിടെ ഒരു മസ്റ്റ് ഉണ്ട്. ഞാൻ ജയിക്കണം, ഞാൻ പരീക്ഷയിൽ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ടെറിബിൾ ആണ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ശരിയല്ലേ? ഇന്ന് എന്തുകൊണ്ടാണ് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് വരുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ എന്റെ ടെസ്റ്റ് പാസ്സായില്ല, സോ ഇറ്റ് ഈസ് ടെറിബിൾ, എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ആത്മഹത്യ ഇമോഷണൽ ഡിസ്ട്രസിലേക്ക് പോകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇവിടെ ഒരു ഇറാഷണൽ ബിലീഫാണ് അവരെ നയിക്കുന്നത്. നമ്മുടെ അതേ സമയം ഈ ഡിമാൻഡിനു പകരം പ്രിഫറൻസുകൾ കൊടുത്തു നോക്കിക്കേ, മുൻതൂക്കങ്ങൾ കൊടുത്തു നോക്കിക്കേ. അതായത് എനിക്ക് പരീക്ഷയാണ്, ഞാൻ അതിനുവേണ്ടി പഠിക്കണം, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്യണം, ഓക്കെ, നന്നായി പെർഫോം ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഐ പ്രിഫർ ടു ഹാവ് എ ബെറ്റർ സക്സസ്, ഐ പ്രിഫർ ടു ഹാവ് ബെറ്റർ സ്കോർ. അപ്പൊ മസ്റ്റിനും ഷുഡിനും പകരം, ഡിമാൻഡിനു പകരം ആ പ്രിഫറൻസുകൾ വെച്ച് തുടങ്ങിയാൽ നമ്മളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും. നമ്മൾക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും പറ്റും, നമ്മളുടെ മനസ്സ് ബാലൻസ്ഡ് ആകും. ഇന്നലെ നമ്മൾ ദേവി മാമിന്റെ ആ സെഷനിൽ നമ്മൾ സ്ട്രെസ്സിനെ പറ്റിയാണ് കേട്ടത്. ആ സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് പലതും പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ട്രെസ് ഫ്രീ ആയി ഇരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. വരുന്ന സ്ട്രെസ് നമ്മളുടെ മനസ്സിനെ മാത്രമല്ല നമ്മളുടെ ശരീരത്തെയും അത് ബാധിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി ഒരു ഡെയിലി റുട്ടീൻ, നമ്മളുടെ ഡെയിലി കോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ എന്റെ ബിലീഫിനുള്ളിലെ ഡിമാൻഡ്, എന്റെ ബിലീഫിനുള്ളിലെ മസ്റ്റും ഷുഡും എനിക്ക് ഇമോഷണൽ സ്ട്രെസ് തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അതിന്റെ പുറകെ പോണം? അതിനു പകരം ലെറ്റ് മീ ഗോ ഫോർ പ്രിഫറൻസസ്. യെസ്, ഷെറിൻ ബോൾ പറയുന്നു ഐ പ്രിഫർ ടു ബി പ്രിപ്പയർഡ്. യെസ്, മുൻതൂക്കം കൊടുത്തു പഠിച്ചാൽ നമ്മൾക്ക് എന്തുണ്ടാകുന്നു? നമുക്ക് പ്രോപ്പർ ഇമോഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? നമുക്ക് ജീവിതത്തിൽ വേണ്ടത് പ്രിഫറൻസുകളാണ്, ഡിമാൻഡുകളല്ല. ഡിമാൻഡുകൾ വേണ്ട. നമ്മുടെ ഇമോഷണൽ പ്രോബ്ലത്തിന്റെ സിംഹഭാഗവും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഡിമാൻഡുകളിൽ നിന്നാണെന്ന്. നമ്മൾക്ക് കുഞ്ഞുനാളിൽ ഈ ഡിമാൻഡ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ എന്താണ് നമ്മളോട് തന്നെ പറഞ്ഞത്? ഐ മസ്റ്റ് സ്റ്റഡി വെൽ, ഐ പ്രിഫർ ടു ഡു വെൽ അറ്റ് സ്കൂൾ എന്നല്ല പറഞ്ഞത്. ഐ മസ്റ്റ് സ്റ്റഡി വെൽ. സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്നല്ല പറഞ്ഞത്, ഐ മസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പഠിക്കാതെ വന്നപ്പോൾ നമുക്ക് ഒരു സി ഉണ്ടായി കാണും. നമ്മളൊന്ന് പുറകോട്ടൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ പ്രൈമറി സ്കൂളിലോ ഒക്കെ ഒന്ന് നമുക്ക് പഠിക്കാതെ വന്നപ്പോൾ, മാർക്ക് കുറഞ്ഞപ്പോൾ ഒരു സി ഉണ്ടായത് നമ്മളുടെ തന്നെ ജീവിതത്തിൽ പുറകോട്ട് പോകുമ്പോൾ ഒന്ന് ചികഞ്ഞു പരിശോധിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇനി ഡിമാൻഡുകൾ പ്രധാനമായും 3 തരമാണ്. ഡിമാൻഡ് ഓൺ സെൽഫ്, ഡിമാൻഡ് ഓൺ അതേഴ്സ് ആൻഡ് ഡിമാൻഡ് ഓൺ സിറ്റുവേഷൻസ്. അതായത് എനിക്ക് എന്നെ പറ്റി തന്നെ ഡിമാൻഡുകളുണ്ട്. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അൺഹെൽത്തി ആകാൻ പാടില്ല. ഐ മസ്റ്റ് ബി healthy. I must not become sick. I must not get corona.
ഡിമാൻഡ് ഓൺ സെൽഫ്. ഇനി ഡിമാൻഡ് ഓൺ അതേഴ്സ്. മറ്റുള്ളവർ, എന്റെ ഫ്രണ്ട്സ്, എന്റെ കൊളീഗ്സ് എന്നോട് വളരെ നന്നായി പെരുമാറണം. എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കണം, എപ്പോഴും സ്നേഹിക്കണം. അവർ ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം എന്റെ മാതാപിതാക്കൾ എനിക്ക് തരണം. ഞാൻ ആവശ്യപ്പെടുന്നതൊന്നും അവരൊരിക്കലും നിരസിക്കാൻ പാടില്ല. എന്നെ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഡിമാൻഡ് ഓൺ അതേഴ്സ്. ഇനി ഡിമാൻഡ് ഓൺ ദ സിറ്റുവേഷൻസ്. സാഹചര്യങ്ങള്. എനിക്ക് നല്ല ഒരു വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ ഈ ഓഫീസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ സാഹചര്യം കൊള്ളില്ല, എനിക്ക് അത് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് എന്തും പറയാം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പലതരം ഡിമാൻഡുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം ഈ ഡിമാൻഡുകളാണ് നമ്മൾക്ക് ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്നത്. വീണ്ടും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഇഫക്റ്റീവ് ടെക്നിക്കാണ് ഈ നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിനുള്ളിൽ ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ ഡിമാൻഡിനുള്ളിൽ മസ്റ്റും ഷുഡും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. മലയാളത്തിൽ പറയുമ്പോൾ എനിക്കത് കിട്ടിയിരിക്കണം, എനിക്ക് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, ഞാൻ എഴുതുന്ന പരീക്ഷകളെല്ലാം ഞാൻ എപ്പോഴും പാസ്സായിരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ മസ്റ്റുകളും ഷുഡുകളും അടുത്തതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനുള്ളിലെ ഈ മസ്റ്റിനെയും ഈ ഷുഡിനെയും ആക്റ്റീവ്ലി ഡിസ്പ്യൂട്ട് ദാറ്റ് മസ്റ്റ്. നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ? നമുക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മസ്റ്റിനെയും ഷുഡിനെയും നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യണം. എന്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എപ്പോഴും ഫോൺ എടുത്തിരിക്കണം, എന്നോട് സംസാരിക്കണം. അതെന്റെ ഒരു ഡിമാൻഡാണ്, എൻ്റെ ഒരു മസ്റ്റാണ്. ഇനി ഞാൻ വിളിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ ആ ഫോൺ എൻ്റെ ഭർത്താവ് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇമോഷണൽ കോൺസിക്വൻസ് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഈ പാർട്ടിസിപ്പൻസിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെയും ഒരു ഉത്തരം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യെസ്, ടെൻഷൻ വരുന്നു, ഫ്രസ്ട്രേഷൻ വരുന്നു, സ്ട്രെസ്ഡ് ആകുന്നു. നോക്ക്, പലർക്കും പലതരത്തിലുള്ള ഇമോഷണൽ കോൺസിക്വൻസുകളാണ്. യെസ്, താങ്ക് യു. യെസ്, ആംഗ്രി, അതെ, സങ്കടം വരുന്നു, പിന്നീട് ദേഷ്യം വരുന്നു, പിന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ ഓഫ് ആക്കി വെക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളുടെ എന്റെ ഒരു മസ്റ്റ്, എനിക്ക് സംസാരിക്കണം, അത് എന്റെ ഒരു നീഡാണ്, എന്റെ ഒരു മസ്റ്റാണ്. ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് ഉത്തരം കിട്ടണം. അപ്പം അതിന്റെ ഉള്ളിൽ എനിക്കൊരു നീഡുണ്ട്, അതിനെ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യണം. ആ നീഡ് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിലും എനിക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാം. ഇറ്റ്സ് നോട്ട് ടെറിബിൾ. എന്റെ ഭർത്താവ് എന്നോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിച്ചില്ല. ഓക്കെ, അത് നല്ലതാണ്, ഐ പ്രിഫർ ഇറ്റ്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്ന് കരുതി ലോകം അവസാനിക്കാൻ പോകുന്നില്ല. എങ്കിലും എനിക്ക് ആരോഗ്യകരമായി എനിക്ക് ജീവിക്കാം, എനിക്ക് നിലനിൽക്കാം. സോ അങ്ങനെ നമ്മുടെ ആ ഒരു മസ്റ്റിനെയും ഷുഡിനെയും ലഭ്യമായ തെളിവുകളോടെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യണം എന്നാണ് ഈ തിയറി പറയുന്നത്. അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിസ്പ്യൂട്ടിംഗ് ഏരിയ ആണ് ഈ ABC തിയറിയെ ഒരു മനോഹരമായ സൈക്കോളജിക്കൽ ടൂൾ ആക്കുന്നത്. ഈ ഭാഗമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അപ്പം അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ എവിടെ എത്തി? ഒരു
ന്യൂ ഇഫക്റ്റീവ് തിങ്കിങ്ങിലെത്തി. അതിനെ നമ്മൾ ഇ എന്ന് വിളിക്കുന്നു, ന്യൂ ഇഫക്റ്റീവ് തിങ്കിങ്. എന്താണ് എന്റെ ന്യൂ ഇഫക്റ്റീവ് തിങ്കിങ്? I can survive very well even if he doesn't call me. എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് സർവൈവ് ചെയ്തു പോകാൻ സാധിക്കും. അത് അത്ര മാരകമായ ഒരു പാപമൊന്നുമല്ല, എന്റെ ജീവൻ എടുക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്തപ്പോൾ, എന്റെ ബിലീഫിനെ, എന്റെ മസ്റ്റിനെ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്ത് പോയപ്പോൾ ഞാൻ ഒരു പുതിയ ഒരു ഫീലിംഗിലെത്തി, ഒരു ന്യൂ ഫീലിംഗിലെത്തി, അല്ല ഒരു ന്യൂ തിങ്കിങ്ങിലെത്തി. ആ ന്യൂ തിങ്കിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുണ്ടായി? എന്റെ ദേഷ്യം കുറഞ്ഞു. ഇപ്പോൾ എനിക്കുള്ളത് എന്താണ്? ഒരു ചെറിയ ഒരു പരിഭവം മാത്രം. വിളിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു ചെറിയ ഒരു പരിഭവത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചേർന്നാൽ എന്റെ തന്നെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ടെൻസ്ഡ് ആയാൽ എന്റെ തന്നെ ആരോഗ്യത്തെ ഞാൻ നശിപ്പിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ABCDEF എന്ന ആ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ സെക്കൻഡ് ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് പഠിച്ചെടുത്താൽ വളരെ എളുപ്പമാണ്. നിങ്ങളിൽ പലരും ഇത് തിയറി കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ കേട്ടിട്ടില്ലാത്തവർക്ക് ഇത് കൂടുതൽ ഇനി പഠിക്കാം. ഞാൻ വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. എന്നാൽ അത് ഉപയോഗിച്ചും ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്താണ്, ഇമോഷണൽ ഡിസ്ട്രസ് എന്താണ്, ഇതിനിടയിലെ ബി എന്താണ്, ഓക്കെ. അപ്പം ഡിസ്പ്യൂട്ടിങ് എന്താണ്, ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇയിൽ എത്തിച്ചേരുന്നു. ഈ എന്ന് പറഞ്ഞാൽ ന്യൂ തിങ്കിങ്. ആ ന്യൂ തിങ്കിങ് കിട്ടിക്കഴിയുമ്പോൾ എനിക്കൊരു ന്യൂ ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പം ഇമോഷണൽ ഡിസ്ട്രസിൽ നിന്ന് ഞാൻ ഇപ്പോൾ എവിടെ എത്തി? ഡിസ്പ്യൂട്ട് ചെയ്ത് ന്യൂ തിങ്കിങ്ങിൽ എത്തിച്ചേർന്ന് ഞാനൊരു ന്യൂ ഫീലിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആങ്കർ ഇല്ല, ഡിപ്രഷൻ ഇല്ല, ഒരു ചെറിയ സങ്കടം മാത്രം, ഒരു ചെറിയ പരിഭവം മാത്രം. ഓക്കെ, ഇത് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾക്ക് ഒരു 5 ഇവന്റ്സ് എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പുള്ള സ്ലൈഡ് ഒന്ന് നോക്കൂ. ഓക്കെ, ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ആ ഒരു വർക്ക്ഷീറ്റ്, ഒരു പേപ്പർ എടുത്ത്, ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾ ഒരു 3 കോളം വരച്ച്, അതില് ഫസ്റ്റ് കോളത്തിൽ എ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് എഴുതുക. സെക്കൻഡ് കോളത്തിൽ ബി ബിലീഫ് എന്ന് എഴുതുക. അല്ലെങ്കിൽ എന്റെ ഓക്കെ, ഇവിടെ ഇത് അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തരാനാണ് ഞാനിത് നെറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പം ബി എന്ന് എഴുതുക, ബിലീഫ്. മൂന്നാമത്തെ കോളത്തിൽ ഇമോഷണൽ കോൺസിക്വൻസ് അല്ലെങ്കിൽ സി എന്ന് എഴുതുക. എന്നിട്ട് ആക്ടിവേറ്റിംഗ് ഇവന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? എന്താണ് ആക്ടിവേറ്റിംഗ് ഇവന്റ്? ഭർത്താവ് വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ മകൻ അനുസരിക്കാഞ്ഞത്, ബോസ് വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് കൊറോണ വന്നത്, അല്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടത്, ടെസ്റ്റ് പാസ്സാകാത്തത്. ഇനി സി എന്താണ്? അവരവരുടെ സി അവരവർക്ക് എഴുതാം. സി വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. അപ്പൊ സിയും എയും എഴുതുക, സിയും എഴുതുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുക. ഒരു വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് വളരെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ എയ്ക്കും ഓക്കെ ഓക്കെ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതാണോ? ABC ഒന്ന് പറഞ്ഞാൽ മതി, ആ കോളത്തിലെ എഴുതണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ കോളത്തിൽ എ ഈക്വൽ ടു ആക്ടിവേറ്റിംഗ് ഇവന്റ്. എന്റെ ഇന്നത്തെ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്തായിരുന്നു? ലാസ്റ്റ് കോളം സി ഇമോഷണൽ കോൺസിക്വൻസ്. അതായത് അതുകൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കുണ്ടായ നെഗറ്റീവ് ഫീലിംഗ്, ദേഷ്യമാണോ, സങ്കടം, നിരാശ, ഫ്രസ്ട്രേഷൻ, ബി അവിടെ കാലിയായി കിടക്കട്ടെ. ബി പെട്ടെന്ന് വരില്ല. എയും സിയും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? എൽദോയ്ക്ക് ഉണ്ടായ ഒരു ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാക്കിയ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് പറയാമോ? ഇന്നത്തെ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇന്നലെ
ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു നിരാശ? ഓക്കെ, ഇല്ലെങ്കിൽ പോട്ടെ. ഓക്കെ. ഓക്കെ ഓക്കെ, നല്ല കാര്യം. അപ്പൊ പിന്നെ ABC തിയറി ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തെന്ന് തോന്നുന്നു. എൽദോയ്ക്ക് ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ്. അപ്പോൾ ഒരു എയും സിയും ആദ്യം എഴുതുക ആ ടേബിൾ. എയും സിയും ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ തിരിച്ചു വന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മളുടെ ബി എന്താണ്, നമ്മളുടെ മസ്റ്റ്, നമ്മളുടെ ഷുഡ്, അത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന, നമ്മളോട് തന്നെ പറയുന്ന ആ ഒരു ഡയലോഗുകൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മളോട് തന്നെ പറയുന്ന ഡയലോഗുകൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തന്നെയാണ് നമ്മളുടെ ആ ഒരു ബിലീഫ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു സമയം ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് എടുക്കുക. ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് ഒറ്റയ്ക്ക്. അപ്പം 1 2 3 4 5 ഒരു 5 ആക്ടിവേറ്റിംഗ് ഇവന്റ് നമുക്ക് എഴുതാം ഒരു ദിവസം ഉണ്ടെങ്കിൽ. മാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. യാ, എന്റെ അച്ഛന് കുറച്ച് അസുഖം കൂടുതലാണ്. അപ്പൊ പാലിയേറ്റീവുകാര് വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ബോസിന്റെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ മീറ്റിംഗ് ഉണ്ട്, ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അച്ഛൻ നല്ല സീരിയസ് ആണ്. അപ്പൊ എനിക്ക് വളരെ സങ്കടമൊക്കെ വന്നു. ഓക്കെ, വെരി ഗുഡ് എക്സാമ്പിൾ. ആരാണ് സംസാരിക്കുന്നത്, ഒന്ന് പേര് പറയാമോ? ഞാൻ ദീപ്തിയാണ്, കോഴിക്കോട്. ഓക്കെ, ദീപ്തിക്ക് സങ്കടം വന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ദേഷ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ദേഷ്യം, സങ്കടം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടാകാം. അപ്പൊ ദീപ്തി സി എന്ന കോളത്തിൽ എഴുതേണ്ടത് ദേഷ്യം, സങ്കടം. എ എന്താണ്? ബോസ് ലീവ് തന്നില്ല അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തില്ല. ശരിയല്ലേ? അതെ. അപ്പോൾ ഇനി ഒന്ന് ദീപ്തി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതിന്റെ ഇടയിൽ ദീപ്തിയോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. ദീപ്തിയുടെ ഉള്ളിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞേ. സാറ് പിന്നെ നിസ്സാരമായ കാരണങ്ങൾക്ക് മറ്റ് പലരെയും വെറുതെ വിടാറുണ്ട്. ഉച്ചയ്ക്ക് പോയിക്കോന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. ഞാൻ വളരെ പിന്നെ ആവശ്യമുള്ള ഒരു സമയം ചോദിച്ചപ്പോ സാറ് എന്നെ അനുവദിച്ചില്ലല്ലോ. സാറ് പാർഷ്യലാണ്. അപ്പോൾ സാറ് പാർഷ്യൽ ആകാൻ പാടില്ല, ഒരു ബിലീഫ്. ശരിയല്ലേ? അതെ. ഇനി വേറൊരു ബിലീഫുകൾ ഒന്നിൽ കൂടുതൽ കാണും. വേറൊരു ബിലീഫ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്കാരെ വിടേണ്ട ആവശ്യമില്ല, അതും ഒരു ബിലീഫാണ് അല്ലേ? പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് സാറ് അവധി കൊടുത്തിരിക്കണം, എപ്പോഴും കൊടുത്തിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ടെറിബിൾ ആണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ബിലീഫ് തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ വേണ്ടാന്നും അല്ല പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളോട് തന്നെ പറയും, ഒരു ഇന്റേണൽ ഡയലോഗ് നടന്നുകൊണ്ടിരിക്കും ഈ സംഭവത്തിന് ശേഷം. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ് എന്റെ ബിലീഫ് സിസ്റ്റം, എന്റെ ബിലീഫുകൾ, ചിലപ്പോൾ അത് ഒന്നിൽ കൂടുതൽ കാണും. അപ്പൊ അതെല്ലാം ആ രണ്ടാമത്തെ കോളത്തിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ആ ബിലീഫ് സിസ്റ്റത്തിനുള്ളിലുള്ള എന്റെ മസ്റ്റ്, എന്റെ ഷുഡ്, അതായത് സാറ് പാർഷ്യൽ ആകാൻ പാടില്ല, അങ്ങനെ ആകുന്നത് തെറ്റാണ്. അത്യാവശ്യക്കാർ, എന്റെ ആവശ്യം സാറ് മനസ്സിലാക്കിയിരിക്കണം. എന്റെ ആവശ്യം, ഞാൻ ഏതൊരു മാനസികാവസ്ഥയിലാണോ ഞാൻ ചെന്ന് സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേ ഇഫക്റ്റില് സാർ അത് മനസ്സിലാക്കി എന്നോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ സാറ് പാർഷ്യൽ ആകാൻ, അതായത് ഡിമാൻഡ് ഓൺ അതേഴ്സ് ഉണ്ട്, ഡിമാൻഡ് ഓൺ സെൽഫ് ഉണ്ട്, ഡിമാൻഡ് ഓൺ സിറ്റുവേഷൻ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. അത് തിരിച്ച് വേണമെങ്കിൽ എഴുതാം. യെസ്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? എഴുതിയത് കൊണ്ട് ഇത് തീരുന്നില്ല. ഓക്കെ, വാട്ട് അബൌട്ട് ദ ബിലീഫ്? വാട്ട് അബൌട്ട് ദ ബിലീഫ് ഐ ഷുഡ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആ ഒരു നരേന്ദ്രനാഥ് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം.
ഓക്കെ. അപ്പോൾ ദീപ്തി അങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്നിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ആ ബിലീഫിനുള്ളിലെ മസ്റ്റും ഷുഡും ദീപ്തി ഡിസ്പ്യൂട്ട് ചെയ്യണം. അതിനെ ദീപ്തി തന്നെ വാദിച്ച് ഡിസ്പ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ദീപ്തിയുടെ നീഡാണ് അവധി കിട്ടണം എന്നുള്ളത്, ശരിയല്ലേ? അതെ അതെ അതെ. ഇതിനെ എങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും? ദീപ്തി തന്നെ ഒന്ന് പറഞ്ഞേ. നമ്മളുടെ ബിലീഫിനെ ഒന്ന് മാറ്റല്ലേ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ സാറ് അവധി തരണമെന്നില്ല. അതെ. എന്റെ അത്യാവശ്യം സാറിന് അത് അത്യാവശ്യമായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കുകയാണോ വേണ്ടത്? അതെ അതെ അതെ. അപ്പോൾ അത് മനസ്സിലാക്കി അവധി തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ അത് എനിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയേനെ. ഞാൻ ഇങ്ങനെ ഒരു വിഷമത്തിൽ എത്തില്ലായിരുന്നു. ആ ഡിസ്പ്യൂട്ടിങ് അവിടെ നടക്കണം. നമ്മുടെ ബിലീഫിനെ ഡിസ്പ്യൂട്ടിങ് ചെയ്യുന്നതിലാണ് ഈ തിയറിയുടെ മനോഹാരിത ഇരിക്കുന്നത് എന്നാണ് ഇത് കണ്ടുപിടിച്ച സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആ ബിലീഫ് വേണ്ട എന്ന് പറയുന്നില്ല. ആ ഡിസ്പ്യൂട്ട് ചെയ്ത് നമ്മൾ ഒരു ന്യൂ തിങ്കിങ്ങിലേക്ക് എത്തിച്ചേരുമ്പോൾ, ന്യൂ തിങ്കിങ്ങിലേക്ക് ഇപ്പോൾ ദീപ്തി എത്തിച്ചേർന്നു. അതിന്റെ ഫലമായി ദീപ്തിക്ക് ഒരു ന്യൂ ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ പ്രോബ്ലം പരിഹരിക്കാൻ ദീപ്തിക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. ആ ഒരു അവസ്ഥയിൽ പോയി സാറിനോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സാർ അവധി തന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹലോ മാം, ഏത് നമ്മള് ഈ ഡിസ്പ്യൂട്ടിംഗ് നടത്തിയതിന് ശേഷം സാറിനോട് ചെന്ന് ചോദിച്ചാലാ? ഓക്കെ. ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കും. കാരണം ഈ ഇമോഷണൽ ഡിസ്ട്രസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ദോഷമേ ഉള്ളൂ. ശരിയല്ലേ? അതെ അതെ. ഒരു ടെൻഷൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു ടെൻഷനിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഈ നരേന്ദ്രനാഥിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഓക്കെ. അബൌട്ട് ദീപ്തിസ് നീഡ് ഓഫ് ബീയിങ് എ ഗുഡ് ഡോട്ടർ. ഓക്കെ. അതും ദീപ്തിയുടെ ഒരു നീഡ് ആയിരിക്കാം. അത് ദീപ്തിയാണ് പറയേണ്ടത്. ദീപ്തിയുടെ നീഡ് എന്താണെന്ന് ദീപ്തിയാണ് തീരുമാനിക്കുന്നത്. നരേന്ദ്രനാഥിന്റെ ഉത്തരം ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്റെ ഡിമാൻഡ് എന്താണ്, എന്റെ നീഡ് എന്താണെന്ന് ഞാനാണ് പരിശോധിക്കേണ്ടത്. വ്യക്തമായോ? വ്യക്തമായി എന്ന് കരുതുന്നു. യെസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഫലമായി ഡിസ്പ്യൂട്ടിങ്, അത് ദീപ്തി ഒരു ന്യൂ തിങ്കിങ്ങിൽ എത്തിച്ചേരുന്നു. ആ ന്യൂ തിങ്കിങ്ങിന്റെ ഫലമായി ദീപ്തിക്ക് ഒരു ന്യൂ ഫീലിംഗ് ഉണ്ടാകുന്നു. ഇവിടെ ഈ തിയറി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ മറ്റു പല തിയറികളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ദീപ്തി ബോസിന്റെ തിങ്ക് ഫ്രം ദ അതർ പേഴ്സൺ ഷൂ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മറ്റുള്ളവരെയും മനസ്സിലാക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ നമ്മൾക്ക് അതിനെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇമോഷണൽ ഡിസ്ട്രസ്സുമായി നടന്നതുകൊണ്ട് എനിക്കും ഉപകാരമില്ല, മറ്റുള്ളവർക്കും ഉപകാരമില്ല. പക്ഷേ അതിനെ മനസ്സിലാക്കി ഡിസ്പ്യൂട്ട് ചെയ്ത് എൻ്റെ ഇമോഷണൽ ഡിസ്ട്രസ് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു ഹെൽത്തി തിങ്കിങ്ങിലേക്ക്, റാഷണൽ തിങ്കിങ്ങിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ ബ്രെയിൻ റാഷണൽ ആയിട്ട് ചിന്തിക്കും, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരും. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഇമോഷണൽ ബാലൻസിലേക്കാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ 3 കോളമാണ് ഇവിടുത്തെ ജേർണലിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഇനി ഡിസ്പ്യൂട്ടിംഗ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ന്യൂ തിങ്കിങ്, ന്യൂ ഫീലിംഗ്, അങ്ങനെയും എഴുതി ഉണ്ടാക്കാം. അങ്ങനെ ഒരു വീട്ടിൽ സ്വന്തമായി ഒരു ബുക്ക് വെച്ച് നമ്മളെ തന്നെ സ്വയം പരിശോധിച്ച് ഈ ഒരു തിയറി അപ്ലൈ ചെയ്താൽ അത് ഒരു ദിവസം പോരാ കേട്ടോ. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ നമുക്ക് ഏതാനും മിനിറ്റുകൾ മതി. എന്തുകൊണ്ടാണ് ഇത് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്? അതാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ഒരു സ്ലൈഡിൽ കണ്ടത്. വീണ്ടും ആ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കുമോ? ലേണിംഗ്, ഏതൊരു പുതിയ കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ 4 സ്റ്റെപ്പുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ
എനിക്ക് അടുത്ത സ്ലൈഡ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എനിക്കറിയില്ല ക്ലച്ച് എന്താണെന്നറിയില്ല, ബ്രേക്ക് എന്താണെന്നറിയില്ല, എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തേ ഇല്ല. സോ ഞാൻ അടുത്ത സ്ലൈഡ്. അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസിലാണ്. എനിക്ക് എന്താണ് അറിയില്ലാത്തതെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് മാഷ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നു. ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ്, ആക്സിലറേറ്റർ ഏതാണ്, ഇൻഡിക്കേറ്റർ എന്താണ്, ഗിയർ എല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാൻ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടില്ല, ഞാൻ ഇൻകോമ്പറ്റന്റ് ആണ്. പക്ഷേ ഞാൻ കോൺഷ്യസ് ആണ്. ഞാൻ ബ്രേക്കിൽ ചവിട്ടുന്നു, ഞാൻ ക്ലച്ചിൽ ചവിട്ടുന്നു, അല്ലെങ്കിൽ ഗിയർ മാറ്റുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഞാൻ കോൺഷ്യസ് ആണ്. ബട്ട് സ്റ്റിൽ ഐ ആം ഇൻകോമ്പറ്റന്റ്. വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ആ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞിരിക്കുന്ന അത്രയും മണിക്കൂറുകൾ ഞാൻ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഞാൻ കോൺഷ്യസ് ആയി കോമ്പറ്റന്റ് ആകും, കോൺഷ്യസ് കോമ്പറ്റൻസിൽ എത്തിച്ചേരുന്നു. അപ്പോൾ എനിക്ക് പതുക്കെ വണ്ടിയൊക്കെ എടുക്കാം. ഞാൻ വളരെ സൂക്ഷിച്ചൊക്കെ ഞാനിപ്പോൾ ഗിയർ മാറി, ഞാനിപ്പോൾ ബ്രേക്കിൽ ചവിട്ടാൻ പോകുന്നു, ഞാനിതാ ആക്സിലറേറ്റർ ചവിട്ടുന്നു, ഓക്കെ, ഞാൻ ഇൻഡിക്കേറ്റർ ഇടുന്നു, റൈറ്റ് എടുക്കുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, ഓക്കെ. വീണ്ടും വളരെ കിലോമീറ്ററുകൾ ഓടിച്ചു കഴിയുമ്പോഴോ, ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടിച്ചു കഴിയുമ്പോഴോ യു ബിക്കം എ വെരി അൺഎക്സ്പേർട്ട് ഡ്രൈവർ. താക്കോൽ എടുത്ത് പോകുന്നു, ബ്രേക്ക് ചവിട്ടിയോ, ക്ലച്ച് എന്ത് ചെയ്തോ, എങ്ങോട്ട്, ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ കോമ്പറ്റന്റ് ആണ്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ അൺകോൺഷ്യസ് ആണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ നടക്കും. ഇത് എന്തുകൊണ്ടാണ്? ഇത് ദിവസങ്ങളും മാസങ്ങളും നമ്മൾക്ക് ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയോട് പോലും കണക്ട് ചെയ്യാം. നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ, പുതിയ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ, ഈ ഒരു തെറാപ്പി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ന്യൂറൽ പാത്വേസ്, പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യുകയാണ്. അങ്ങനെ പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസിൽ നിന്ന് കോൺഷ്യസ് ഇൻകോമ്പറ്റൻസിലേക്കും, അവിടെ നിന്ന് കോൺഷ്യസ് കോമ്പറ്റൻസിലേക്കും, അൺകോൺഷ്യസ് കോമ്പറ്റൻസിലേക്കും വരും. നമ്മൾ ABC തെറാപ്പിയിൽ എക്സ്പേർട്ട് ആകും. പിന്നെ ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാൽ, ക്രിട്ടിസൈസ് ചെയ്താൽ, എനിക്ക് കൊറോണ വന്നാൽ, എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എൻട്രൻസിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പെട്ടെന്ന് എന്റെ Aയും Cയും വരും, അത് വന്നോട്ടെ, ഞാൻ എന്റെ ബിലീഫ് സിസ്റ്റത്തെ ചെക്ക് ചെയ്യും. ബിലീഫ് സിസ്റ്റത്തിനുള്ളിൽ കിടക്കുന്ന ഡിമാൻഡ് എന്താണെന്ന് നോക്കും. അതിലെ മസ്റ്റും ഷുഡും ഞാൻ പരിശോധിക്കും. യെസ് പ്രവീണ, പരിശോധിക്കും. അതിനെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യും. കാരണം ഈ C എനിക്ക് ഇമോഷണൽ ഡിസ്ട്രസ് ആണ് തരുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. ഡിസ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഫലമായി ഞാൻ ഈ ന്യൂ ഇഫക്റ്റീവ് തിങ്കിങ്ങിൽ എത്തിച്ചേരുന്നു. എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് എന്ത് കിട്ടും? F കിട്ടും, ന്യൂ ഇഫക്റ്റീവ് ഫീലിംഗ് കിട്ടുന്നു. അപ്പോൾ ഈ തിയറി, ഇപ്പോൾ സമയം 9 മണിയായി. ഈ തിയറി ഞാൻ വളരെ ചുരുക്കിയാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് മണിക്കൂറുകൾ പഠിക്കാനുണ്ട് ഈ തിയറി. ഇത് പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നമ്മളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ദേഷ്യവും നെഗറ്റീവ് ഫീലിങ്സും എല്ലാം നമ്മളിൽ വരും. പക്ഷേ നമ്മൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എല്ലാ വികാരങ്ങളും നമ്മളിൽ വരും, പക്ഷെ ഈ നെഗറ്റീവ് ഫീലിങ്സ് നമ്മളെ കയറി ഭരിക്കില്ല. നമ്മുടെ കൺട്രോൾ നമ്മുടെ ഉള്ളിലാണ്, മറ്റുള്ളവരുടെ കയ്യിലല്ല. അവർ എന്നെ വഴക്കു പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പം എന്റെ സങ്കടം ഞാൻ ആരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്? അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എന്റെ സന്തോഷം ആരുടെ കയ്യിലാണ്? അവരുടെ കയ്യിലാണ്. അവരാണ് എന്നെ ഒരു പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത്. ആ ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആൽബർട്ട് എല്ലീസ് എന്ന REBTയുടെ ഉപജ്ഞാതാവ് ഒരു കുടുംബത്തിലെ 3ാമത്തെ മകനായിരുന്നു. ആ സൈക്കോളജിസ്റ്റിന്റെ അമ്മയ്ക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു. ആൽബർട്ട് എല്ലീസിന് അതുപോലെ മാതാപിതാക്കൾ ഡൈവോഴ്സ്ഡ് ആയി, അമ്മ മരിച്ചുപോയി. അപ്പോൾ അതിന്റെ എല്ലാം ഫലമായി ആൽബർട്ട് എല്ലീസ് വളരെ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത്. എല്ലീസ് വാസ് സിക്ലി, സഫേർഡ് കിഡ്നി ഡിസീസ്.
He had exaggerated fear for public speaking. His parents divorced when he was 12 years and he took responsibility for his siblings. ഇത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടും ആൽബർട്ട് എല്ലിസ് അവിടെ ഒരു മൂലയ്ക്ക് എല്ലാവരെയും പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും എന്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് കിഡ്നി ഡിസീസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെയൊക്കെ പഴി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, പക്ഷേ ഞാൻ ഈ ABC തെറാപ്പി അപ്ലൈ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കൂടുതൽ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കില്ലായിരുന്നു. ഈ ABC തെറാപ്പി ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു വിഷമം വരുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതി വിഷമം വരില്ല എന്നല്ല, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ മനുഷ്യർക്ക് എപ്പോഴും ഉണ്ടാകും. അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും. മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ മാഡം, പിന്നെ ഈ മാതാപിതാക്കൾ ഡിവോഴ്സ് ചെയ്ത ഒരു കേസിൽ അവരുടെ ആ ഒരു പിന്നെ ഇമോഷണൽ കോൺസിക്വൻസ് ഉണ്ടല്ലോ, അതിന് ഡിസ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പറയോ? അവരുടെ ഇമോഷണൽ, അതായത് ആ ഒരു മകന്റെ മകളുടെ ഓക്കെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഒക്കെ ഞാൻ വളരെ ചെറുതായി ചുരുക്കി പറയാം. ഒരു പക്ഷേ ഇപ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു വ്യക്തി വരുമ്പോൾ ഇത് 3-5 മിനിറ്റുകൾക്കുള്ളിൽ ഈ തെറാപ്പി സക്സസ്ഫുൾ ആയി കൊള്ളണമെന്നില്ല. തുടക്കത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ ഒരു പ്രശ്നം തീർക്കാൻ വെറും ഏതാനും നിമിഷങ്ങൾ മതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഡൈവോഴ്സ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? വിഷമമാണ്, ദുഃഖമാണ്, സദാ വിഷാദമാണ്, വിഷമമാണ്, ദുഃഖമാണ്, അല്ലേ? അപ്പോൾ ഓക്കെ, ഇനി പതുക്കെ ചിന്തിച്ചു നോക്കിയാൽ ഈ വിഷമം വരുത്തിയതിന്റെ പുറകിലുള്ള ചിന്തകളെ ഒന്ന് സ്വയം പരിശോധിക്കുക. ഓക്കെ, സ്വയം പരിശോധിക്കുമ്പോൾ ഓരോ ചിന്തകൾ കടന്നു വരും. ഒന്ന് പറയാമോ എന്ത് ചിന്തയാണ് വരുന്നതെന്ന്? മാതാപിതാക്കൾ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഓക്കെ, മാതാപിതാക്കൾ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. അവർ എല്ലാ കാലത്തും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണം. ഇനിയും ബിലീഫ് ഉണ്ടെങ്കിൽ അതിനെ എഴുതാം. ഇനിയും ബിലീഫ് എഴുതാം. ആ ബിലീഫിനെ എങ്ങനെയാണ്? ബിലീഫിനെ പൊളിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ ഒരു സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ്. ഇതാരെ സംസാരിക്കുന്ന ഒന്ന് പേര് പറയാമോ? എന്റെ പേര് ഹക്ക് എന്നാണ്, മലപ്പുറത്തുനിന്ന്. ഹക്ക്. ഓക്കെ, അവർ സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് ഹക്ക്, ശരിയാണോ? ഓക്കെ, ഹക്കിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഹക്കിന്റെ ഒരു മസ്റ്റ്, ഒരു ഷുഡ്, അവർ സ്നേഹത്തോടെ ജീവിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ആൽബർട്ട് എല്ലിസിന്റെ കാര്യം പറഞ്ഞതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു അസുഖം വന്ന് അമ്മ മരിച്ചു പോയാലോ, അപ്പോഴും ഈ മസ്റ്റ് ആപ്ലിക്കബിൾ അല്ലേ? അപ്പോൾ ഹക്കിന്റെ നിയന്ത്രണത്തിലാണോ, എന്റെ നിയന്ത്രണത്തിലാണോ അവരുടെ സ്നേഹം ഇരിക്കുന്നത്? സ്വയം ചോദിക്കാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ അത് പ്രിഫർ ചെയ്യുന്നു, സ്നേഹമുള്ള മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണം എന്നതാണ് എന്റെ പ്രിഫറൻസ്. ഞാൻ അതിന് മുൻതൂക്കം കൊടുക്കുന്നു, ശരിയല്ലേ? ഓക്കെ, പക്ഷെ അവരുടെ ഇമോഷൻസും അവരുടെ ഇമോഷണൽ സ്ട്രെസ്സും ഹക്കിന്റെ കൺട്രോളിലാണോ? അല്ല. ഹക്കിന് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഹക്ക് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏതു മക്കളും അത് ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും. ഞാനും നിങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നതാണ്. എന്റെ മാതാപിതാക്കൾ സ്നേഹത്തോടെ കഴിയണം, ഞാൻ മരിച്ചാലും അവർ മരിക്കരുത് എന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ശരിയല്ലേ? സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ. അതെ, പക്ഷെ അവരുടെ ഇമോഷണൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അത് അവരുടെ കയ്യിലാണ്, അത് എന്റെ കൺട്രോളിലല്ല. എന്റെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂ എന്നൊന്ന് സ്വയം ചോദിച്ചേ. അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. I prefer to live in a happy family.
വിത്ത് മൈ ലവിങ് പേരൻസ്. ഉം. അല്ലാതെ എനിക്ക് അങ്ങനെ താമസിക്കണം, അങ്ങനെ താമസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ലൈഫ് ടെറിബിൾ ആണ്, ഭയാനകമാണ്. ഒന്ന് നോക്കിക്കേ, എത്രയോ പേര് അങ്ങനെയുള്ള ഒരു മാതാപിതാക്കൾ ഉണ്ടായിട്ടും, ഇപ്പൊ ആൽബർട്ട് എല്ലീസിന്റെ കാര്യം എടുത്തേ, ജീവിതത്തിൽ വിജയിച്ചില്ലേ? എന്തുകൊണ്ടാണ്? സ്വന്തം ബിലീഫിനെ ഡിസ്പ്യൂട്ട് ചെയ്ത് ന്യൂ തിങ്കിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ന്യൂ ഫീലിംഗിലെത്തി. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായ ഏതൊരു പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് കുതിക്കാൻ പ്രശ്നങ്ങളൊന്നും ആ വ്യക്തിയെ പുറകോട്ട് വലിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഒരു 2 കൈയും 2 കാലും ഇല്ലാത്ത ഒരു പാവക്കുഞ്ഞിനെ പോലെ മേശയിൽ കൊണ്ട് എടുത്തു വെക്കുന്ന ഒരു ട്രെയിനറുടെ ടോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലേ? അതെ. ആ, ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തെല്ലാം ഇല്ലായ്മകളുടെ കഥകൾ ആ ട്രെയിനർക്ക് പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഇല്ലായ്മകൾ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തൊരു സംഗതിയെയും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ തിയറിയുടെ പിന്നിലുള്ള ഒരു സോൾ എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ അത് നമ്മൾക്ക് വ്യക്തിപരമായി, അത് പേഴ്സണൽ. ഓക്കെ, മസ്റ്റും ഷുഡും നമ്മൾക്ക് ഇമോഷണൽ ഡിസ്ട്രസ് വരുത്തുന്നുവെങ്കിൽ അതിനെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾക്ക് മസ്റ്റ് വേണം, ഷുഡ് വേണം. നമ്മൾക്ക് പോസിറ്റീവ് ബിലീഫ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റും ഷുഡും ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ മസ്റ്റും ഷുഡും നമ്മൾക്ക് ദോഷമില്ല. പക്ഷേ ഈ മസ്റ്റും ഷുഡും എന്റെ ജീവിതത്തിലേക്ക് ഇമോഷണൽ ഡിസ്ട്രസ് കൊണ്ടുവന്നാൽ പതുക്കെ ഞാൻ സ്ട്രെസ്ഡ് ആകുന്നു, പിന്നെ എന്റെ BP കൂടുന്നു. പിന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അത് ഇന്നലത്തെ ക്ലാസ്സിൽ ദേവി മാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ അതിലേക്ക് പോകാതെ നമ്മളെ തന്നെ, നമ്മളുടെ ഇമോഷൻസിനെ, നമ്മളുടെ മനസ്സിന്റെ ബാലൻസിനെ ഈ ഒരു തിയറി ഉപയോഗിച്ച് നമ്മൾക്ക് ബാലൻസിൽ നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമുക്ക് വരാൻ സാധിക്കും. സമയം ഏകദേശം കഴിയുന്നു. അപ്പം താങ്ക് യു എല്ലാവരും, സംശയം ചോദിച്ച എല്ലാവർക്കും താങ്ക് യു. ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്ത് ഈ സെഷനെ ആക്റ്റീവ് ആക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും, 75ഓളം പേരുടെ ഞാൻ ഇവിടെ കാണുന്നു, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ തിയറി പഠിപ്പിച്ച എന്റെ എല്ലാ ഗുരുക്കന്മാരെയും ഒരിക്കൽ കൂടെ വന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഈ ഒരു പ്രോഗ്രാമിനും, ആത്മമിത്രയുടെ ഈ ഒരു E-Cube എന്ന ഈ ഒരു പ്രോഗ്രാമിനും, ഇതിന്റെ ഡയറക്ടറായ ടോബി അച്ഛനും എല്ലാം ടീമിലെ അംഗങ്ങൾക്കും എല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ആർക്കെങ്കിലും ചോദ്യങ്ങൾ? അച്ഛാ, എനിക്ക് ഒരു ചോദ്യമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മുടെ ഈ ഡിസ്പ്യൂട്ട് ചെയ്യുമ്പം അത് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ ആർഗ്യുമെന്റ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിലീഫിനെതിരെ ഒരു എഗനസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആർഗ്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പം അതൊരു ചില സമയങ്ങളിൽ അതൊരു ഇല്ലോജിക്കൽ രീതിയിലേക്ക് പോകാനായിട്ട് ചാൻസ് ഇല്ലേ? ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഇപ്പൊ ലവിന്റെ, ഇപ്പം നമുക്ക് കിട്ടാത്ത ഒരു ലവിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇപ്പം ചില നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് വർത്തിനെ കുറിച്ചുള്ള ഒരു ഇവന്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ദീപ്തി മെൻഷൻ ചെയ്തിരുന്ന ഒരു ഇവന്റ്. അപ്പൊ അത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആ ഒരു ബിലീഫിനെ എഗനസ്റ്റ് ആയിട്ട്, അതായത് നമ്മളൊരു ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങള് നമുക്കൊരു ഇല്ലോജിക്കലായിട്ട് തോന്നില്ല. ഐ മീൻ എസ്പെഷ്യലി ദ ലവ് ആൻഡ് സെൽഫ് വർത്ത് പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ഒന്ന് പേര് പറയാമോ? ആരാണ് സംസാരിക്കുന്നത്? പ്രിൻസ്. എന്റെ പേര് പ്രിൻസ് എന്നാണ്. ഓക്കെ. ഇപ്പോൾ പ്രിൻസ്, ഇത് തന്നെ ഒരു ഇറാഷണൽ ബിലീഫ് അല്ലേ പ്രിൻസിന്റെ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതും ഒരു പ്രിൻസിന്റെ ഒരു സിസ്റ്റം ഓഫ് ബിലീഫിൽ കിടക്കുന്ന ഒരു ബിലീഫ് അല്ലേ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ ഇതൊരു ഫാക്ട് കൂടിയല്ലേ? നമുക്ക് മനുഷ്യർ ഇത് ഫാക്ട് ആണെന്ന് പ്രിൻസ് ആണ് പറയുന്നത്.
അത് ലോകം അംഗീകരിച്ച ഒരു ഫാക്റ്റ് ആണോ? ഒന്ന് ഡിസ്പ്യൂട്ട് ചെയ്തേ, ഒന്ന് സ്വയം ചോദിച്ചേ, ഇത് ഫാക്റ്റ് ആണെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ ഒരു സ്നേഹം ആരാണ്? ഒരു സ്നേഹം കിട്ടാതെ ഒരു മനുഷ്യനും ഒരു സമയത്ത് പോലും ജീവിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുപോലെ ഒരു സെൽഫ് വർത്ത് ഇരിക്കുക എന്ന് പറയുന്നതും ഇത് രണ്ടും വളരെ. ഓക്കെ, വീണ്ടും പ്രിൻസ് ചോദിച്ചേ, സ്നേഹം കിട്ടാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നത് സാധ്യമല്ല. അപ്പോൾ ഈ സ്നേഹം എങ്ങനെ കിട്ടണമെന്നാണ് പ്രിൻസ് പറയുന്നത്? ആരിൽ നിന്ന് കിട്ടണമെന്നാണ് പ്രിൻസ് പറയുന്നത്? ആരാണ് എനിക്ക് സ്നേഹം തരേണ്ടത്? എനിക്ക് സ്നേഹം കിട്ടണോ അതോ ഞാൻ സ്നേഹം കൊടുക്കണോ? എന്താണ് എന്റെ വിശ്വാസങ്ങൾ? ഇന്നയാൾ എന്നെ സ്നേഹിച്ചാൽ മാത്രമാണ് എന്റെ ജീവൻ നിലനിൽക്കുക എന്ന് ആരാണ് പറഞ്ഞത്? സ്നേഹം വേണം, അത് ഇന്നയാളിൽ നിന്ന് മാത്രം കിട്ടിയാലേ ഞാൻ ജീവിക്കൂ എന്ന് ആരാണ് പറഞ്ഞത്? എത്രയോ പേര് ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ ഹിമാലയത്തിന്റെ താഴ്വരയിൽ പോയി ധ്യാനിച്ച് ജീവിക്കുന്നു. ആരാണ് അവരെ സ്നേഹിക്കുന്നത്? ആരാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്? അങ്ങനെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുക, അതാണ് പറഞ്ഞത്. ഡിസ്പ്യൂട്ടിംഗ് ആണ് ഈ തെറാപ്പിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയ എന്ന്. മനോഹരം. അപ്പൊ ഡിസ്പ്യൂട്ട്, ഓക്കെ, നമ്മൾക്ക് തുടക്കത്തിൽ ഇത് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. ഒരു ക്ലാസ് ഇതൊരു 1 hour നിങ്ങളോട് പറഞ്ഞ് തീർക്കാവുന്ന ഒരു സംഭവമല്ല. അത് കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് പഠിച്ചാൽ നമ്മൾ ഈ ഡിസ്പ്യൂട്ടിംഗ് പഠിക്കണം. ആ ഡിസ്പ്യൂട്ടിംഗ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പമാകും. ചോദ്യം ചോദിച്ച പ്രിൻസിന് നന്ദി. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു അശമ. താങ്ക് യു. യാ, താങ്ക് യു. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയം 9:15 ആകുന്നു. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി നേരത്തെ ഒരു ഡിവോഴ്സിന്റെ കേസ് പറഞ്ഞില്ലേ, അതില് ബിലീഫ് എന്ന് പറയുന്നത് ഐ ഷുഡ് ഹാവ് എ നോർമൽ ഹോം, മേ ബി അതായിരിക്കാം. അപ്പൊ അതില് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് Can you hear me? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഐ പ്രിഫർ ടു ഹാവ് എ നോർമൽ ഹോം, അല്ലെങ്കിൽ അതാണോ ഉദ്ദേശിക്കുന്നത്? ആ പ്രിഫറൻസ് ആണോ? അതായത് ഇതാരാ സംസാരിക്കുന്നത്? ഷെറിൻ. ഓക്കെ, ഷെറിൻ, ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി മാരിറ്റൽ ലൈഫ് വേണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ? അത് ഞാൻ ചെയ്യുന്നു. അപ്പം അത് ഞാൻ ചെയ്യുന്നു. അപ്പം അത് എന്റെ പാർട്ട് എന്താണ്? അങ്ങനെ പല തിങ്കിങ്ങുകൾ വരും. ഓക്കെ, ആ ബിലീഫ് സിസ്റ്റത്തിനുള്ളിൽ അതെല്ലാം കൊണ്ടുവരണം. അല്ല, ഇത് കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പേരൻസ് ഡൈവേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു പേരൻസിന്റെ മകൾ അല്ലെ മകൻ, ഒരു ചൈൽഡിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ വാട്ട് ക്യാൻ ഹി ഡു അല്ലെ വാട്ട് ക്യാൻ ഷീ ഡു? ഓക്കെ, അല്ല, ഒരു ചൈൽഡിന് ഈ ABC തെറാപ്പി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മളുടെ ഇമോഷൻസിന്റെ താക്കോല് നമ്മളുടെ കയ്യിൽ വരുന്നത്? ഏതൊരു പ്രായത്തിലാണ്? ഒരു ചൈൽഡിന് പറ്റുമോ? ചൈൽഡ് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്നു, സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുന്നു, അല്ലേ? ടീനേജർ പതുക്കെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ അതൊരു പേരന്റിങ് ഒക്കെയാണ്. അതിലേക്ക് പതുക്കെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഒരു പേരൻസ് ഒരു അൺകോൺഷ്യസ് കോമ്പറ്റൻസിൽ എത്തിയവരാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മക്കളിലേക്ക് അത് പകരില്ലേ? അവരെ ഇരുന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, ശരിയല്ലേ? പേരൻസ് റോൾ മോഡൽ ആകുകയല്ലേ? യാ, ഷെറിൻ. ഓക്കെ, ഇതാരായിരുന്നു? ദീപ്തിയോ ഷെറിനോ? ഓക്കെ, ഷെറിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി. ഓക്കെ, ഷെറിൻ, കൂടുതൽ എന്തെങ്കിലും ഇനി ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു ഇവന്റ് വരുമ്പോൾ എന്നെ പേഴ്സണലായി വിളിക്കാം. താങ്ക് യു സോ മച്ച്. സമയം 9:16. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാണ്. ഗ്രൂപ്പിൽ ചർച്ചകൾ തുടരാം. ഇന്ന് ABC തെറപ്പി
REBTയിൽ നിന്ന് എമേർജ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഡിസ്പ്യൂട്ടിലൂടെ നമ്മുടെ ബിലീഫിലെ മസ്റ്റുകളെയും ഷുഡുകളെയും ഡിസ്പ്യൂട്ടുകളിലൂടെ ചലഞ്ച് ചെയ്തുകൊണ്ട് മനസ്സിന്റെ സന്തോഷത്തിലേക്കും ശാന്തിയിലേക്കും കടന്നു വരാനുള്ള ഈ ഒരു ടെക്നിക് വളരെ ലളിതമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ആശ ഡൊമിനിക്കിന് ആത്മമിത്ര ടീമിന്റെ പേരിലും E-Cube സമിതിയുടെ പേരിലും ഉള്ള നന്ദി, പാർട്ടിസിപ്പൻസിന്റെ പേരിലുമുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നാളെ നമ്മൾ രാത്രി 8 മണി സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജ് എന്ന ടോപ്പിക്കുമായിട്ട് നാളെ 8 മണിക്ക് വീണ്ടും സമ്മേളിക്കും. ഈ പ്രോഗ്രാമിന്റെ ഇന്ന് നടന്ന പ്രോഗ്രാമിന്റെ വീഡിയോ വേണ്ടവർ മാത്രം, അതായത് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കാഞ്ഞവരും ഏതെങ്കിലും കാരണവശാൽ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞവരും മാത്രം അവരുടെ ജിമെയിൽ അയച്ചു തരിക. ആ ജിമെയിൽ അക്കൗണ്ടിലൂടെ കയറിക്കൊണ്ട് ഞങ്ങൾ അയച്ചു തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുള്ളൂ.